കൂടാതെ പാസീവ് നോയ്സ് ക്യാൻസലേഷൻ നല്ല രീതിക്ക് വർക്കൗട്ട് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്രൗഡ് ആയിട്ടുള്ള പ്ലേസിൽ പോയിട്ട് നമ്മൾ പാട്ട് കേൾക്കുക, മൂവീസ് കാണുക, അല്ലെങ്കിൽ ഒരാൾ സംസാരിക്കുമ്പോഴത്തേക്ക് ആ ഒരു ക്രൗഡ് നമ്മളെ അഫക്ട് ചെയ്യത്തില്ല. എന്നാൽ അങ്ങനെ അഫക്ട് ചെയ്താൽ ഇതിനകത്ത് 45 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. അത് അങ്ങോട്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ എന്താ പറയുക, കുറച്ചുകൂടി അങ്ങോട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നോയ്സ് കട്ട് ഓഫ് ചെയ്ത് തരും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിൽ ആക്ച്വലി നല്ല രീതിക്ക് കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ് ഫാൻ. ഇതങ്ങോട്ട് ചെവി വെച്ചപ്പോഴത്തേക്ക് ആ ഒരു സൗണ്ട് ഉണ്ടാവുമല്ലോ, നമ്മൾ ആ ഒരു വിൻഡ് സൗണ്ട്, അത് ആക്ച്വലി അങ്ങോട്ട് കട്ട് ഓഫ് ആയി. കൂടാതെ നമ്മൾ ആ ഒരു ഫാൻ കറങ്ങുമ്പോഴത്തേക്ക് ഒരു സൗണ്ട് ഉണ്ടാവുമല്ലോ, അത് ആക്ച്വലി ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കിയപ്പോഴത്തേക്ക് അങ്ങോട്ട് ഓൾമോസ്റ്റ് കട്ടായി. എന്നുകൊണ്ടെങ്കിൽ കേട്ടുകൂടാന്നുള്ളതല്ല, എനിക്ക് കേൾക്കാം, പക്ഷേ എന്നാൽ പോലും ആ ഒരു സൗണ്ട് എന്നെ അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് തന്നെയാണ് ഇതിൽ എടുത്ത് പറയേണ്ടത്. പിന്നെ നമ്മൾ ആപ്പിളിലും അല്ലെങ്കിൽ മറ്റുള്ള ഫ്ലാഗ്ഷിപ്പ് ഇയർബഡുകളിൽ ഉണ്ടാവുന്ന ഒരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഇതിനകത്ത് പ്രതീക്ഷിക്കേണ്ട. എന്നാൽ 45 അത്യാവശ്യം നല്ല രീതിക്ക് പണിയെടുക്കുന്നുണ്ട്. കൂടാതെ ട്രാൻസ്പെറൻസി മോഡ് ഓൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ ചെവിയിൽ ഇത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ഒരു കോഫി ഷോപ്പിൽ പോയിട്ട് കോഫി ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കാം. അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ.